നമസ്കാരം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വണ്ണപ്പുറത്ത് കെട്ടിടത്തിന് നമ്പർ നൽകുന്നതിനെ ചൊല്ലി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ബഹളം. ബഡ്ജറ്റ് അവതരണ യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷ അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. SNDP യോഗം കല്ലൂർക്കാട് ശാഖാമന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. സർക്കാർ വകുപ്പുകളിൽ ഡ്രൈവർ തസ്തിക ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൗൺസിൽ നേതൃത്വത്തിൽ ജീവനക്കാർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. തൊടുപുഴയിൽ ഗ്രീൻ സിറ്റി വൈസ്മെൻ ക്ലബ് പ്രവർത്തനം തുടങ്ങി. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. കോലാനി അമരങ്കാവിൽ മീനപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് കുമ്പക്കുട താലപ്പൊലി ഘോഷയാത്ര നടന്നു. കരിങ്കുന്നം ഒറ്റല്ലൂർ ശ്രീ ചക്കിയള്ളുമല ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഗരുഡൻ തൂക്കവും മലനടയിലേക്ക് പുറപ്പാടും നടന്നു. കല്ലൂർക്കാട് റബ്ബർ ഉൽപാദക സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് നല്ല കർഷകനെയും നല്ല ടാപ്പറേയും ആദരിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കെട്ടിട നമ്പർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിലുണ്ടായ ഭിന്നത വണ്ണപ്പുറത്ത് പ്രതിപക്ഷ അംഗങ്ങൾ സെക്രട്ടറിയെ തടഞ്ഞുവെക്കുന്നതിൽ കലാശിച്ചു. ബഡ്ജറ്റ് അവതരണം നടന്ന ചൊവ്വാഴ്ച രാവിലെയാണ് ബഹളം നടന്നത്. വണ്ണപ്പുറം ടൗണിലുള്ള ഒരു കെട്ടിടത്തിന് നമ്പർ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ബഹളത്തിൽ കലാശിച്ചത്. ഇത് കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ നമ്പർ ഉടൻ നൽകണമെന്ന ആവശ്യവുമായി ബഡ്ജറ്റ് അവതരണം ബഹിഷ്കരിച്ച പ്രതിപക്ഷം സെക്രട്ടറിയെ തടഞ്ഞുവെക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് കാളിയാർ SI AP രമണന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് നടന്ന ചർച്ചയിൽ മാർച്ചിന് ശേഷം കെട്ടിടത്തിന് നമ്പർ നൽകാമെന്ന ധാരണയെ തുടർന്ന് ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു. നീതി പാലിക്കുക. സെക്രട്ടറി നീതി പാലിക്കുക. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കുക. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കുക. സാമ്പത്തികമായപ്പോഴേക്ക് എന്തെങ്കിലും 15 മെമ്പർമാർ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കോടതിയിൽ പോകണം, ഈ തീരുമാനം നടപ്പിലാക്കണം. പ്രതിപക്ഷം മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് പറഞ്ഞു. തൊടുപുഴയിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മന്ദിരമായ രാജീവ് ഭവന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിടത്തിന്റെ 1ാം നിലയുടെ കോൺക്രീറ്റിംഗ് നടന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ നല്ല സഹകരണം ലഭിച്ചു വരുന്നതായി ബ്ലോക്ക് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായ TJ ജോസഫ് പറഞ്ഞു. SNDP യോഗം കല്ലൂർക്കാട് ശാഖാ മന്ദിരത്തിന്റെ സമർപ്പണത്തോടനുബന്ധിച്ച് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകി. 100 കണക്കിന് ശ്രീനാരായണീയർ ഇതോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ പങ്കെടുത്തു. കല്ലൂർക്കാട് SNDP ശാഖാ മന്ദിരോദ്ഘാടനവും ഗുരുമന്ദിര സമർപ്പണവും നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ യോഗ്യതയിൽ ജനിക്കുമ്പോൾ നമ്മളെല്ലാം ഒരു ജാതിയാണ്, മനുഷ്യജാതിയാണ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആ പ്രതിഷേധത്തിൽ
ഫാഷൻ സൃഷ്ടിക്കുന്നു വന്നു. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ദർശനങ്ങളിൽ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് സമുദായത്തിൻ്റെ സംഘടനാ ശക്തി തളർത്തുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ജാതിയും മതവുമുണ്ട്, ഇവിടെ ജാതി വ്യവസ്ഥയുണ്ട്, ജാതി സംവരണമുണ്ട്. ജാതി സംവരണം ആരെന്നാണ്? ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈഴവരും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് സംവരണത്തിന് വേണ്ടി. തൊടുപുഴ യൂണിയൻ വൈസ് ചെയർമാൻ പി കെ സജീവ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ സി പി സത്യൻ, വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, സെക്രട്ടറി പൊന്നമ്മ രവീന്ദ്രൻ, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് തെക്കേക്കര, വനിതാ സംഘം പ്രസിഡന്റ് വിലാസിനി നാരായണൻ, സെക്രട്ടറി സുശീല ജനാർദ്ദനൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പി കെ ബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭരതർ മഹാജനസഭ കീരികോട് കാഞ്ഞിരമറ്റം ശാഖ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം തൃശൂർ സബ് കളക്ടർ കെ ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. 65 വർഷം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിലോ ഒരു സമൂഹത്തിന്റെ ചരിത്രത്തിലോ ഒരു വലിയ കാലഘട്ടമാണ്. പക്ഷെ 47-ല് അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി പുതിയൊരു ചക്രവാളത്തിൽ അല്ലെങ്കിൽ പുതിയൊരു യുഗത്തിലേക്ക് ഭാരതം എന്ന് പറയുന്ന രാജ്യം കടന്നു വന്നപ്പോൾ അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെതായ ഒരു പുതിയ ഭരണഘടന ഭാരതത്തിന്റെ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ രൂപം നൽകി. ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നെന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ കഷ്ടപ്പെടുന്നവരും അധ്വാനിക്കുന്നവരുമായ അധസ്ഥിത വിഭാഗത്തിന് ഡ്രൈവർ തസ്തിക ഇല്ലാതാക്കുവാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൗൺസിൽ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി ബിനിൽ, ആർ ബിജുമോൻ, രമേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊമ്മൻകുത്തിൽ ജലവൈദ്യുത പദ്ധതിക്ക് നീക്കം തുടങ്ങിയത് നാട്ടുകാർ സ്വാഗതം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ ഇതിന്റെ പ്രാരംഭ സർവേക്ക് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് നീക്കം തുടങ്ങിയ സംസ്ഥാന സർക്കാർ നടപടിയെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സാബു എബ്രാഹിം സ്വാഗതം ചെയ്തു. തൊമ്മൻകുത്ത് ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി ഈ വർഷത്തെ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപ വകവളിച്ചിട്ടുണ്ട്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ വണ്ണപ്പുറം, ഉടുമ്പന്നൂർ, കരിമണ്ണൂർ, കോടിക്കുളം പഞ്ചായത്തുകളിലെ വേണ്ട വൈദ്യുതി തൊമ്മൻകുത്ത് ജലവൈദ്യുത പദ്ധതി വെച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ കറണ്ട് കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. ഈ ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപ പ്രൊവിഷൻ കൊള്ളിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനും അതോടൊപ്പം തന്നെ UDF ഗവൺമെൻറ്റിനും പ്രത്യേകം തൊമ്മൻകുത്ത് നിവാസികളുടെ തൊടുപുഴ ഗ്രീൻ സിറ്റി വൈസ്മെൻ ക്ലബ് ഭാരവാഹികൾ ചുമതലയേറ്റു. മുട്ടം അലാൻഡ റെസിഡൻസിയിൽ നടന്ന സമ്മേളനം വൈസ്മെൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് സൂസി മാത്യു ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഈ പ്രസ്ഥാനത്തിൽ അനേക അസുലഭ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നു മുതൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു മടിയുമില്ലാതെ, യാതൊരു സങ്കോചവുമില്ലാതെ എനിക്ക് തെളിച്ച് പറയുവാൻ സാധിക്കും, ഇതാണ്, ഈ നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം. സാധാരണ പേരൻസ് ആത്മാർത്ഥമായിട്ട് ഒരു മൂവ്മെന്റിൽ നിന്നാൽ മക്കളും അവരുടെ തോളോട് ചേർന്ന് നിൽക്കണമെന്ന് നിർബന്ധമില്ല. ആത്മാർത്ഥമായ ഒരു കുടുംബം, ജോയ് ആലപ്പാട്ടിന് കിട്ടിയ ഒരു നിധിയാണ് ജിതിൻ ആലപ്പാട്ട്. അതിൽ ഉപരി വൈസ്മെൻ പ്രസ്ഥാനത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ്. അടുത്ത വർഷം കോലാനി അമരങ്കാവിൽ മീനപ്പുര മഹോത്സവത്തോടനുബന്ധിച്ച് കുമ്പക്കുട താലപ്പൊലി ഘോഷയാത്ര നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ മോഹനൻ ഉള്ളൂരിപ്പിൽ, ഭാസ്കരൻ നായർ ഒഴിയാരത്ത്, സാജു കണ്ണോളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കരിങ്കുന്നം ഒറ്റല്ലൂർ ശ്രീ ചക്കിയള്ളുമല ദുർഗാദേവി ക്ഷേത്രത്തിൽ ആയില്യം മകം പൂരം മഹോത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ഗരുഡൻ തൂക്കം നടന്നു. കരിങ്കുന്നം ഒറ്റല്ലൂർ ശ്രീ ചക്കിയള്ളുമല ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് മലനടയിലേക്ക് പുറപ്പാട് നടന്നു. തുടർന്ന് മലനടയിൽ പൂജ നടന്നു. മികച്ച അധ്യാപകനുള്ള കോതമംഗലം രൂപത അവാർഡ് നേടിയ കാളിയാർ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ VJ ജോർജിന് ലഭിച്ചു. സ്കൂളിൽ ചേർന്ന യോഗം VJ ജോർജിനെ അഭിനന്ദിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ മുരിങ്ങമറ്റം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത് സ്കൂളിന്റെ നന്മയ്ക്കായിട്ട് കൂടുതൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ജോർജ് സാറിന് കാളിയാർ ഇടവകയുടെ പേരിൽ, നമ്മുടെ ഈ സ്കൂളിന്റെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളുടെയും വിശിഷ്ടാതിഥികളുടെയും എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന്റെ ഈ അവാർഡ് ലഭിച്ചതിൽ അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങളെല്ലാവരുടെയും പേരിൽ, എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. 1983 മങ്കുവ സെന്റ് തോമസ് LP സ്കൂളിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. പൂപ്പാറ, കോടിക്കുളം, കടവൂർ, ഞാറക്കാട് എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 12 വർഷമായി കാളിയാർ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. MBA നേരിൽ കണ്ട് നിവേദനം നൽകുവാൻ ജനത്തിരക്ക്. ഞായറാഴ്ച തൊടുപുഴയിലുള്ള PT തോമസ് MPയുടെ ഓഫീസിലാണ് വിവിധ ആവശ്യങ്ങളുമായി 100 കണക്കിന് ആളുകൾ എത്തിയത്. പരാതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പ്രശ്നപരിഹാരത്തിന് MP നിർദ്ദേശം നൽകി. തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് 25% ലാഭവിഹിതം നൽകും. കഴിഞ്ഞ ദിവസം കൂടിയ ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ 25% ലാഭവിഹിതം അംഗങ്ങൾക്ക് നൽകുന്നതിന് തീരുമാനിച്ചു. ബാങ്കിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് 80 കോടി രൂപ നിക്ഷേപവും 75 കോടി രൂപ ലോൺ ബാക്കി നിൽപ്പും 51 ലക്ഷം രൂപ പ്രവർത്തന ലാഭവുമുണ്ട്. കുടിശ്ശിക 1.25%. ബാങ്ക് കഴിഞ്ഞ 16 വർഷമായി ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്നു. എല്ലാ വർഷവും ലാഭവിഹിതം കൊടുത്തു വരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വണ്ണപ്പുറത്ത് കെട്ടിടത്തിന് നമ്പർ നൽകുന്നതിനെ ചൊല്ലി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ബഹളം. ബഡ്ജറ്റ് അവതരണ യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷ അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. SNDP യോഗം കല്ലൂർക്കാട് ശാഖാമന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. സർക്കാർ വകുപ്പുകളിൽ ഡ്രൈവർ തസ്തിക ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൗൺസിൽ നേതൃത്വത്തിൽ ജീവനക്കാർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. തൊടുപുഴയിൽ ഗ്രീൻ സിറ്റി വൈസ്മെൻ ക്ലബ് പ്രവർത്തനം തുടങ്ങി. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു.
കോലാനി അമരങ്കാവിൽ മീനപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് കുമ്പക്കുട താലപ്പൊലി ഘോഷയാത്ര നടന്നു. കരിങ്കുന്നം ഒറ്റല്ലൂർ ശ്രീ ചക്കിയള്ളുമല ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഗരുഡൻ തൂക്കവും മലനടയിലേക്ക് പുറപ്പാടും നടന്നു. കല്ലൂർക്കാട് റബ്ബർ ഉൽപാദക സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് നല്ല കർഷകനെയും നല്ല ടാപ്പറേയും ആദരിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.